എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകതയുണ്ട്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം പലരും നമ്മളോട് ചോദിച്ചിരുന്നു, നമ്മുടെ പല വീഡിയോയുടെ താഴെ കമൻറ്റ് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന്. ഇപ്പോൾ നമ്മൾ CPO ആയാലും വുമൺ CPO ആയാലും ക്ലാസ്സുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പലരും ചോദിച്ചിരുന്നു. അപ്പം നമ്മളൊന്നും മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ഉദയഗിരി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് റൂട്ട്സ് അക്കാഡമി എന്നാണ് പേര്. അപ്പം ഇതിനകത്ത് നമ്മൾ CPOയുടെ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ രീതി വ്യത്യസ്തമാണ്, സാധാരണ കാണുന്ന രീതിയല്ല. CPO എന്ന് പറഞ്ഞുകൊണ്ട് CPO മാത്രമല്ല, LDയുടെ ബാച്ചും തുടങ്ങിയിട്ടുണ്ട്, LD CPOയുടെ ബാച്ചും എല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജൂൺ 19 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് നമ്മുടെ സാറ് പ്രദീപ് ഗോപിനാഥ് സാറാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തുടർന്നും ആഴ്ച നമുക്ക് 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. ആഴ്ച 5 ദിവസം ക്ലാസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ടോപ്പിക് വൈസ് എക്സാമുകൾ കാണും. അതുപോലെ തന്നെ നമുക്ക് ഒരു വീക്കിലി ഒരു മെയിൻ എക്സാമും കാണും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പോകുന്നത്. നമ്മുടെ ടൈമിംഗ് വരുന്നത് 9 to 12 മണിയാണ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സാറുമാരാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പം സീനിയർ ആയിട്ട് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നമുക്ക് ഈ PSCയിലൊക്കെ 1-2 കൊല്ലം നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള അറിയാവുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചോളം നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാൾ, ഇപ്പം ഉദാഹരണത്തിന് പുതിയതായിട്ട് ഈ ഒരു മേഖലയിലോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മുടെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു സാറിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. ചിലർക്ക് അതൊരു 2 മാസം കൊണ്ട് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്, ചിലർക്ക് 1 വർഷം എടുത്താൽ പോലും മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലതാമസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള, അതായത് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്, അതായത് PSCയുടെ ഏതൊക്കെ ഏരിയാസിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സംശയം തീർത്ത് തരാനുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോളേജിൽ പഠിക്കുന്നവരും അല്ലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരു 5 മണി to 9 മണി വരെ ഈ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പൈൻ സ്റ്റഡി. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതും ഒരാളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും അവർക്കറിയായിരിക്കും. ആ പല കാര്യങ്ങളും അവർ ഓർത്ത് വെച്ചിരിക്കുന്ന പല രീതികളിലായിരിക്കും. അപ്പോൾ അവരുടെ രീതികൾ നമുക്ക് കിട്ടും, നമ്മുടെ രീതികൾ അവർക്ക് കിട്ടും. അപ്പോൾ പരസ്പരം നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്ന കൂടുതൽ ആളുകളും ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് CPO ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഇനിയിപ്പം അത് പ്രധാനമായിട്ട് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഇനിയിപ്പോൾ അടുത്ത എനിക്കൊന്ന് ജൂലൈ 22 നമ്മുടെ ഈ KP5, അതായത് KP5 നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം ജില്ലയാണ്. അപ്പം ഈ കോട്ടയം, ഇടുക്കി ഉൾപ്പെടുന്ന ജില്ലയുടെയൊക്കെ എക്സാം 22 നമുക്ക് കറക്റ്റ് ഒരു 30 ദിവസത്തെ കൂടുതൽ ഉണ്ട്. അപ്പോൾ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങളെ കൊണ്ട് ഒരു ലിസ്റ്റിൽ എങ്ങനെ ഇടം നേടാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ ഭരണഘടന പോലെയുള്ള 8 മാർക്കാണ് നമുക്ക് വരുന്നത്. അത് മാത്സ്, ഇംഗ്ലീഷ് 10 മാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ നിങ്ങളുടെ സംശയങ്ങൾ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരിക, ജോയിൻ ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിരിക്കാം, കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ജൂൺ 19 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഒരു PSC എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ആണ് നമ്മളിപ്പോൾ വരുന്നത്. ഇപ്പം ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് നേട്ടങ്ങളും ഉണ്ട്, പരിമിതികളും ഉണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് നേട്ടങ്ങളും പരിമിതികളും ഉണ്ട്. അതുപോലെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ പരിമിതികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടൊരാൾ ഈ PSCയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ ക്ലാസ് കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്ത് വിടണം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതാണ് PSCയുടെ പ്രധാന ഏരിയാസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ടൈമിങ് വരുന്നത്, നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രാത്രി 9 മണി വരെ ഇരുന്ന് പഠിക്കാനുള്ള അവസരം നമ്മളവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും മാക്സിമം വിനിയോഗിക്കുക. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പലരും പോലീസിൻ്റെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നാളെ ആകട്ടെ, മറ്റന്നാൾ. പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു ഇതറിയില്ല. ഇതിൻ്റെ ഒരു വില അറിയണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് ആകണം. അപ്പോൾ അങ്ങനെയുള്ള പഠിക്കാൻ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വന്ന് ജോയിൻ ചെയ്തോ. നമ്മൾ 30 ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ഒരു ജോലി നേടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിരിക്കും. അത് നമ്മുടെ ഉറപ്പാണ്. കാര്യം റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ കൂടെ ഇരുത്തി നിങ്ങളെ പഠിപ്പിക്കും.
അതും 1 മണിക്കൂറോ 2 മണിക്കൂറല്ല, നിങ്ങളെ കൊണ്ട് എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അത്ര സമയം നമ്മളും കൂടെ കാണും. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ LDയുടെ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LD ബാച്ചും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഫ്രഷായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് PSCയുടെ ട്രാക്കിൽ എത്തിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ ചെയ്യുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലൊക്കെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. അവർക്ക് അവരുടെ രീതിയിൽ നിന്ന് പഠിക്കാം. അതും നിങ്ങൾക്ക് ടൈം എത്ര നേരം വേണമെങ്കിലും അവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റും. ഒരു 5 മണിയോ 6 മണിയോ, പെൺകുട്ടികളായതുകൊണ്ട് 5 മണി 6 മണി ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കുക. നമ്മൾ ഏതായാലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി, എന്നാൽ പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ ഡെഡിക്കേഷൻ കൊടുക്കുക, നമുക്ക് അതിനുള്ള ബലം കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക. ചങ്ങനാശ്ശേരിയാണ് സ്ഥലം, കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഓരോ അപ്ഡേഷൻസ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പം നന്ദി.